ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയും സമയം സമാഗതമാ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷകൻ ദിവസം, സ്നേഹരക്ഷകനേശുവേ വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷകൻ ദിവസം, സ്നേഹരക്ഷകനേശുവേ വിശ്വസിക്കൂ നിങ്ങൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, തപസ് കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. ഈ സുന്ദരമായ ദിവസത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ നേരുകയാണ്. തപസ് കാലം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അതിലേറെ ഉപവാസത്തിൻ്റെയും ദിനങ്ങളാണ്. നമ്മൾ 1-ാമത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് കർത്താവിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച ഈശോയെ കണ്ടുമുട്ടിയാണ് സുവിശേഷം. കഴിഞ്ഞ ഞായറാഴ്ച 2-ാമത്തെ ആഴ്ചയിൽ കർത്താവായ യേശുനാഥൻ അവിടുന്ന് താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന ചിത്രമാണ് നമ്മൾ സുവിശേഷം വായിച്ചത്. ഇന്ന് പരിശുദ്ധമായ ദേവാലയത്തിലെ എല്ലാ ക്രയവിക്രയങ്ങളെയും ബിസിനസ്സുകളെയും അവിടുന്ന് ചാട്ടമാറുകൊണ്ട് അടിച്ച് പുറത്താക്കിയാണ്. കാളകളെ വെക്കുന്നവർ, ആടുകളെ വെക്കുന്നവർ, നാണയ കൈമാറ്റക്കാർ, ഇങ്ങനെ ദേവാലയത്തിന് പരിസരത്ത് നടക്കുന്ന എല്ലാ ബിസിനസ്സുകളെയും കർത്താവ് ക്രയവിക്രയങ്ങളെയും ചാട്ടമാറുകൊണ്ട് അടിച്ച് അവിടുന്ന് പുറത്താക്കിയാണ്. തന്റെ ദേവാലയം പരിശുദ്ധമായ ആലയമാണ്. ഈ ദേവാലയത്തെക്കുറിച്ചുള്ള അതിയായ തീഷ്ണത അവിടുത്തെ നിറഞ്ഞിരിക്കുന്ന സുവിശേഷം പറയുക. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ സുവിശേഷം നാം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധമായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദൈവസന്നിധിയിൽ വിനയത്തോടെ ഭക്തിപൂർവ്വം ഏറ്റുവെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിന്ദനയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കാരുണ്യത്തിൻ്റെയും സകല നന്മകളുടെയും ഉടയവനായ ദൈവമേ, ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും എന്നിവയിൽ പാപങ്ങളുടെ പരിഹാരം കാണിച്ചു തന്നങ്ങ് ഞങ്ങളുടെ എളിമയുടെ ഈ ഏറ്റുപറച്ചിൽ ദയാപൂർവം ശ്രവിക്കണമേ. അങ്ങനെ മനസാക്ഷിയാൽ എളിമപ്പെട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യത്താൽ എപ്പോഴും ഉയർത്തപ്പെടണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. തപസ്സുകാലം 3-ാം ഞായർ 1-ാം വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ദൈവം അരുൾ ചെയ്തു, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറൊരു ദേവൻ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-ഉം 4-ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. സാവത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിന്റെ നാമം അവികലനമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. നിത്യജീവന്റെ വാക്കുകളാണ്. ദൈവഭക്തി നിർമ്മലമാണ്, അതെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്.
കർത്താവേ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. നിത്യജീവന്റെ വാക്കുകളാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്. അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമാണ്. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണ്. നിത്യജീവന്റെ വാക്കുകളാണ്. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് അധ്യായം 1 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭയമരുളേ എന്ന സത്യവചനം, ദൈവത്തിൻ തിരുവചനം. ഭയമരുളേ എന്ന സത്യവചനം, ദൈവത്തിൻ തിരുവചനം. നിന്നോടു കൂടെ ഞാനുണ്ട്, കർത്താവരുൾ ചെയ്യുന്നു. ആകുലത വേണ്ട മകനെ, നിനക്കാകുലത വേണ്ട മകളെ. സത്യവചനം സുവിശേഷം, നിത്യജീവൻ അതിമോദം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഭയമരുതേ എന്ന സത്യവചനം, ദൈവത്തിൻ തിരുവചനം. ഭയമരുതേ എന്ന സത്യവചനം, ദൈവത്തിൻ തിരുവചനം. നിന്നോടു കൂടെ ഞാനുണ്ട്, കർത്താവരുൾ ചെയ്യുന്നു. ആകുലത വേണ്ട മകനെ, നിനക്കാകുലത വേണ്ട മകളെ. സത്യവചനം സുവിശേഷം, നിത്യജീവൻ അതിമോദം. സത്യവചനം സുവിശേഷം, നിത്യജീവൻ അതിമോദം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മിസ്റ്റർ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നതിനാൽ യേശുനാഥൻ ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളുകളോടും കൂടെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോകുന്നു. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദൻ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കും. യഹൂദന്മാർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വേറെ 3 ദിവസം അതിനകം നീ ഇത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്.
അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട ശേഷം അവന്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമില്ലായിരുന്നു. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, തപസ് കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഒന്നാമത്തെ വായന പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നാണ്. 20-ാം അധ്യായം 1 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങൾ. അത് ദൈവമായ കർത്താവ് മോശയ്ക്ക് നൽകിയ 10 കൽപ്പനയാണ്. അതിൽ 1-ാമത്തെ കൽപ്പന ദൈവം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് സഹിഷ്ണുതയോടെ കർത്താവ് പറയാം. നിന്റെ ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ. നീ ദൈവത്തെ മറന്ന് മറ്റു ദേവന്മാരുടെ പുറകെ പോയാൽ നിന്റെ 3-4 തലമുറ ഞാൻ നിന്നെ ശിക്ഷിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും യേശു പറയുന്നു, അവിടുത്തെ നാമം മാത്രമേ നീ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നാമം നീ പ്രയോഗിക്കരുത് എന്ന് വ്യക്തമായി പറയും. ഇങ്ങനെ 10 കൽപ്പനകളും പുറപ്പാട് പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് നൽകിയാണ്. എന്തുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ 10 കൽപ്പന നൽകിയിട്ട് ഈ കൽപ്പന മാത്രമേ നീ പാലിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്? പ്രിയമുള്ളവർ, ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ ഓർക്കുക. ഈജിപ്തിന്റെ അടിമത്തിൽ കിടന്ന ജനതയെ മോശ വഴി ദൈവം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. ഈ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവം അവരെ ചെങ്കടയിൽ നിന്ന് മോചിച്ചു. അവർക്ക് വേണ്ട എല്ലാ സമൃദ്ധിയും ദൈവം നൽകി. എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ മോശ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ സീനായ് മലയിൽ കാർമേഘങ്ങളിടയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 40 രാവും 40 പകലും മോശ പ്രാർത്ഥിച്ചിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വെണ്മയുള്ളതായി സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഈശോ കർത്താവ് താബോർ മലയിൽ അവിടുത്തെ മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചു. അതുപോലെ മോശയുടെ മുഖം പ്രശോഭിച്ചു. ഈ മോശ ഇങ്ങനെ 10 കൽപ്പനയെ വരുമ്പോൾ ഇസ്രായേൽ ജനം സീനായി മലയുടെ താഴ്വരയിൽ ഇതാ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതുവഴി ആരാധിക്കും. മോശ ആ കാളക്കുട്ടിയെയും എല്ലാം തകർത്ത് കളയാണ്. മോശ 10 കൽപ്പനയും തച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഈ 10 കൽപ്പന പാലിച്ചിരുന്നുവെങ്കിൽ ഈ ജനം ഒരിക്കലും ഇനി അകന്നു പോകില്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഈ കൽപ്പനകൾ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ മറന്ന് ജീവിച്ച ജനത്തിന് ഒത്തിരി പ്രയാസങ്ങളൊക്കെ വന്നു, ഒത്തിരി ബുദ്ധിമുട്ട് അവർക്ക് വരുന്നുണ്ട്. ഈ ദൈവകൽപ്പന ആരെല്ലാം ലംഘിക്കുന്നുവോ അവർക്കെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും. അതും അവർക്ക് മാത്രമല്ല, അവർ 3-4 തലമുറ ദൈവത്തെ മറന്ന് ജീവിച്ചാൽ സംഭവിക്കുമെന്ന് പുറപ്പാടിന്റെ പുസ്തകം വ്യക്തമാക്കിയാണ്. നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. 1-ാമത്തെ ഉദാഹരണം ഏലിയ പ്രവാചകന്റെ കാലഘട്ടമാണ്. ഏലിയ പ്രവാചകൻ അദ്ദേഹം ഇസ്രായേൽ ജനത അടുക്കലേക്ക് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നാള് 2 വഞ്ചിയിൽ കാലുകുത്തി ജീവിക്കും? ഇസ്രായേൽ ദൈവമായ കർത്താവ് അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദാനിയേലിന്റെയും ദാവീദിന്റെയും ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുക, അല്ലാതെ ബാലിന്റെ പുറകെ പോകാതിരിക്കുക, ബാൽദേവന്റെ പുറകെ പോകാതിരിക്കുക. ഈ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനതയെ വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങൾ ബലിപീഠം ഒരുക്കുക, ഞാൻ കർത്താവിന്റെ ബലിപീഠം ഒരുക്കാം. പ്രിയമുള്ളവരെ, ഏലിയ പ്രവാചകൻ കർത്താവിന്റെ ബലിപീഠം ഒരുക്കി, കാളയെ വെച്ച് അതിന് മാംസങ്ങൾ വെച്ച് ബാലിന്റെ പുരോഹിതന്മാർ വെച്ച് അവർ രാത്രി മുഴുവനും, ഒരു പകലും ഒരു രാത്രി മുഴുവനും ബാൽദേവ ഈ ബലി സ്വീകരിക്കാൻ ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. ബാൽദേവന്റെ ഒരു പൊടി പോലും വന്ന്
ഒന്നും വന്ന് ബലി സ്വീകരിച്ചില്ല. ഇസ്രായേൽ ദൈവമായ കർത്താവിനെ ഏലിയ ഇങ്ങനെ കരങ്ങളുയർത്തി വിളിച്ചപേക്ഷിച്ചു, ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, അബ്രഹാത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിന്റെ ദൈവമായ കർത്താവെ ഇറങ്ങി വന്ന് ബലി സ്വീകരിക്കാം. ഇതാ അഗ്നി ഇറങ്ങി ബലി സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, അന്ന് അവിടെ ഉണ്ടായിരുന്ന 400ഓളം വരുന്ന ബാലിന്റെ പുരോഹിതന്മാരെ എലിയായും ജനങ്ങളും കൊന്നുകളഞ്ഞെന്നാ പറയുക. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ദൈവമാണ് എല്ലാറ്റിനേക്കാൾ ഉപരിയായി നാം സ്നേഹിക്കുന്നത്. നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സഹോദരി സഹോദരന്മാരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചാൽ നിനക്ക് ദീർഘായുസ്സും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരിക്കും. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വീഴ്ചകളോ താഴ്ചകളോ ഇല്ല, മറിച്ച് ഉയർച്ചകളാണ് ദൈവം നൽകുക. അതുകൊണ്ട് ദൈവത്തിന് 10 കൽപ്പന അണുവിട വ്യതിചലിക്കാതെ നീ പാലിക്കുക. അതിന് വീണ്ടും ദാനിയേലിന്റെ പുസ്തകം വായിക്കണം. ദാനിയേലിനോട് നബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമയെ ആരാധിക്കാം. ദാനിയേൽ പറഞ്ഞു, ജീവൻ പോയാലും സിംഹക്കുഴിയിലിട്ടാലും അഗ്നിയിലിട്ടാലും ശരി, അവിടെ കിടന്നാൽ പോലും ഞാൻ ഇസ്രായേൽ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇസ്രായേൽ ദൈവമായ കർത്താവിനെ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ആരാധിക്കുന്ന, അഗ്നിയിൽ കിടന്ന് ആരാധിക്കുന്ന ദാനിയേലിന്റെ വലിയ മാതൃക നമുക്കുണ്ട്. വീണ്ടും മക്കമാരുടെ പുസ്തകം രാജാവ് പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്നെയല്ലാതെ ഇസ്രായേലിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കരുത്, രാജാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പ്രിയമുള്ളവരെ, അമ്മയും 7 മക്കളും എരിയുന്ന വലിയ ചീനച്ചട്ടിയിൽ കിടക്കുമ്പോഴും തിളക്കുന്ന എണ്ണയിൽ കിടക്കുമ്പോഴും അല്ലെങ്കിൽ തീച്ചൂളയിൽ കിടക്കുമ്പോഴും ശരീരങ്ങളിങ്ങനെ വെട്ടി നുറുക്കി മാംസമാക്കി മാറ്റുമ്പോഴും ആ 7 മക്കളും അമ്മയും പറയുന്നത് മക്കമാരുടെ പുസ്തകത്തിൽ, ഞങ്ങൾക്ക് ജീവൻ നൽകി, ഞങ്ങൾക്ക് ശരീര അവയവങ്ങൾക്ക് രൂപം നൽകി, ശബ്ദിക്കുവാനും കാണുവാനും എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഒന്നാമത്തെ വായനയിൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ നമ്മുടെ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുക. ദൈവം ഉള്ളം കൈ നമ്മെ കാത്തുകൊള്ളും. രണ്ടാമത്തെ വായന പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനമാണ്. അവിടെ പറയുന്നു, യഹൂദന്മാര് അവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായ കുരിശിനെ കുറിച്ചും ഗ്രീക്കുകാർക്ക് വിജ്ഞാനത്തിനെയും ജ്ഞാനത്തിനെയും പുറകെ പോകുകയാണ്. എന്നാൽ ഞങ്ങളിതാ ഭോഷത്വമാകുന്ന കുരിശിന്റെ പുറകെ പോകുന്നെന്ന് പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക്, പ്രിയമുള്ളവരെ, ഭോഷത്വമായ കുരിശിന്റെ പുറകെ ഞങ്ങൾ പോകുന്നെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കുക, യഹൂദന്മാർക്ക് കുരിശിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുരിശിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ കർത്താവായ യേശു കുരിശിൽ മരിച്ചു. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടി? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ സ്വന്തം ശരീരമാണ്, സ്വന്തം ജീവനാണ് നൽകുന്നത്. ഈ ഗ്രീക്കുകാർ എപ്പോഴും ചിന്തിക്കുന്നത് ശാസ്ത്രമാണ്, തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവരാണ് ഗ്രീക്കുകാർ. അതുകൊണ്ടാണ് അവർക്ക് കുരിശ് ഭോഷത്വമായി പറയുന്നത്. ദൈവം എങ്ങനെയുണ്ടായി, പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നൊക്കെ ഗ്രീക്കുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് പ്രിയമുള്ളവരെ ഗ്രീക്കുകാർ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ പൗലോസ് ശ്ലീഹ പറയുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ഗ്രീക്കുകാർക്ക് ഭോഷത്വമായ കർത്താവിന്റെ കുരിശിലാണ് ഞാൻ സ്പർശിക്കുന്നത്, അഭിമാനം കൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, എല്ലാ ജ്ഞാനവും എല്ലാ അറിവിന്റെയും ഉറവിടം ദൈവമാണ്. എല്ലാത്തിന്റെയും ഉറവിടം ദൈവത്തെ അന്വേഷിക്കാതെ പുറമേയുള്ള ജ്ഞാനവും ഭൗതികമായ ജ്ഞാനം, ഭൗതികമായ ശക്തി ഇവയിൽ ആശ്രയിച്ചാൽ നമ്മളൊന്നും വിജയിക്കില്ല പ്രിയമുള്ളവരെ. എന്നാൽ കുരിശിൽ മരിച്ച ദൈവപുത്രനായ ഈശോയിൽ നീ വിശ്വസിക്കുക, നീ ഉയരും, അത്യുന്നതിയിൽ നീ ഉയരും. അതുകൊണ്ടല്ലേ സുവിശേഷം മുഴുവനും അപ്പോസ്തലന്മാർ ജീവൻ നൽകിയാണ്, കർത്താവിന് വേണ്ടി ജീവൻ നൽകിയാണ് അവർ കുരിശിൽ മരിച്ചത്. ഈ കുരിശിലെ ഭോഷത്തിന് വേണ്ടിയാണ് അപ്പോസ്തലന്മാരെല്ലാവരും മരിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളും കത്തോലിക്കരായ നമ്മൾ, ദൈവത്തെ വിശ്വസിക്കുന്ന നമ്മൾ, ഈ കുരിശിനെയാണ് ഈ തപസ് കാലത്ത് നമ്മൾ എന്നും ഓർമ്മിക്കണം. കുരിശിന്റെ വഴികളിലൂടെ, കുരിശിലെ കർത്താവ് പീഡകളെ ധ്യാനിച്ച് നമ്മൾ മുന്നേറണം. ഇന്ന് വിശുദ്ധമായ സുവിശേഷത്തിൽ പ്രിയമുള്ളവരെ, കർത്താവ് ദേവാലയത്തിലേക്ക് വരികയാണ്. ഒരു ചാട്ടവാറുണ്ടാക്കി അവിടെ കാളകളെ വിൽക്കുന്നവർ, ആടുകളെ വിൽക്കുന്നവർ,
നാണയം വെക്കുന്നവരൊക്കെ ചാട്ടവാറുകൊണ്ട് അടിച്ചോടിക്കുകയാണ്. അവിടുന്ന് എല്ലാം അവിടെ എൻ്റെ ആലയം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ദേവാലയത്തെക്കുറിച്ചുള്ള അവിടുത്തെ തീഷ്ണത അവിടുത്തെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഏത് ദേവാലയത്തിൽ വരുമ്പോഴും അവിടെ ബലി അർപ്പിക്കേണ്ടത് കാളകളെയും ആടുകളെയും അല്ലെ പശുക്കളെയും ഒന്നുമല്ല. അവിടെ നാണയ മാറ്റങ്ങളല്ല ചെയ്യേണ്ടത്, മറിച്ച് ഈശോ കർത്താവാണ് അവിടെ ബലിയായിത്തീരുക. കർത്താവ് ഇനി ബലി അർപ്പിക്കേണ്ട ആടുകളെയും കാളകളെയും പശുക്കളെയും. ജെറുസലേം ദേവാലയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇനി അങ്ങനെയില്ല. കർത്താവ് കാൽവരിയിലെ കുരിശിൽ സ്വന്തം ശരീരം, സ്വന്തം ജീവൻ, അവിടെ നിന്ന് പുരോഹിതൻ, അവിടെ നിന്ന് ബലിയാട്, അവിടെ നിന്ന് ബലിവസ്തു, അൾത്താരയും അവിടെ തന്നെ. ദേവാലയം ദൈവമാണ്. ദൈവത്തിലെ പരിശുദ്ധമായ ആലയത്തിൽ, പ്രകാശം പരത്തുന്ന ആലയത്തിൽ നമുക്ക് പരിശുദ്ധിയോടെ ബലി പങ്കുചേരുക. ഈശോ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ബലി അർപ്പിക്കേണ്ടത് ആത്മാവിലും ജീവനിലുമാണ്. ദൈവത്തെ ആത്മാവിലും ജീവനിലും ബലി അർപ്പിക്കുക. നിങ്ങളുടെ ശരീരം പരിശുദ്ധമായി കാക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ദൈവിക ചിന്തയുണ്ടായിരിക്കുക. ഇവയൊക്കെ ഇങ്ങനെ ആടുകളെയും കാളകളെയും നാണയക്കാറ്റ് ഇങ്ങനെ ഓടിക്കുമ്പോൾ യഹൂദന്മാർ ചോദിക്കുന്നു, എന്ത് അധികാരത്തെ നീ ഇതൊക്കെ ചെയ്യുക? ഈശോ പറയാണ്, നിങ്ങൾ ഈ ജെറുസലേം ദേവാലയം നശിപ്പിക്കുക, ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഈ ആലയം പണിതീർത്താം. അപ്പോൾ യഹൂദന്മാർ പറയുന്നുണ്ട്, മഹാനായ ഹെരോദസ് രാജാവ് 46 വർഷം കൊണ്ട് പണിതീർത്ത ദേവാലയമാണ് ജെറുസലേം ദേവാലയം. 3 ദിവസം കൊണ്ട് അങ്ങ് പണിതീർത്തുമോ? ഈശോട് ചോദിക്കാം. ഈശോ പറയുന്നത് എൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ഈശോ പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച ഈ ദിവസങ്ങളൊക്കെ പീഡനം സഹിച്ച് അവിടുന്ന് ഞായറാഴ്ച അതിരാവിലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന ആ സത്യം തന്റെ ശിഷ്യന്മാരെയും യഹൂദന്മാരെയും പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, നമ്മൾ ദൈവത്തെ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധമായ ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കണം. അതും നമ്മുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ വിജ്ഞാനങ്ങളും എല്ലാ നിയമങ്ങളും അതിന് മുകളിലായി കർത്താവിൻ്റെ കുരിശിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഈ കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്യുന്ന കർത്താവായ ഈശോയെ നമുക്ക് ആരാധിക്കാം. പ്രിയമുള്ളവരെ, ഈ തപസ് കാലത്ത് നമ്മൾ ഈ 3-ാമത്തെ ഞായറാഴ്ച നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയത്തെ, കണ്ണുകളെ, വാക്കുകളെ, നമ്മുടെ ചെവികളെ, നമ്മുടെ നോട്ടങ്ങളെല്ലാം ദൈവത്തിന് ആലയം പോലെ മറ്റുള്ളവരെ കാണുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഒത്തിരിയേറെ പോരായ്മകളുണ്ട്. നോട്ടത്തിൽ, കേൾവിയിൽ, സംസാരത്തിൽ, സ്പർശനത്തിൽ, വിചാര വികാരങ്ങളിൽ ഒത്തിരി പോരായ്മയുണ്ട്. പക്ഷേ അവയെല്ലാം വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ശരീരത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ, മാതാപിതാക്കളെ എല്ലാവരെയും പരിശുദ്ധമായ ആലയമായി കാണുക. അശുദ്ധമായ ആലയമായി നീ കാണുന്നുവെങ്കിൽ നിന്റെ നേരെയും എൻ്റെ നേരെയും ചാട്ടവാറുമായി ഈശോ വീണ്ടും വരും, നമ്മെ അടിക്കും, നമ്മൾ തകരും, തരിപ്പണമാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമായി കാക്കുവാൻ ദൈവമേ, എളിയവരും പാപികളുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ഭക്തിപൂർവ്വം ഏറ്റുമെല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിനെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവത്തിനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴിയാണ് സ്ഥലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ യേശുവിക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി തീരുന്ന പാന്തിയോസ് പിലാത്തോസ് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വ്യസലേഖനങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുമാതിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ പരിചയപ്പെടിക്കുവാൻ അവിടെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കുവാൻ സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാങ്ങളുടെ മോചനത്തിനായുള്ള ഏകജനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരെയും
വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ കാലയളവിലും വിശിഷ്യ പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടേണ്ടവരാണ് നമ്മൾ. ഈ തപസ് കാലത്ത്, ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ ജനം മുഴുവന് വേണ്ടിയും, വിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും, കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർ, എല്ലാ മെത്രാന്മാർ, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികർ, എല്ലാ സന്യാസികൾ ഉൾപ്പെടെ സഭയെ അങ്ങയുടെ വചനത്താൽ സമൃദ്ധമായി പരിപോഷിപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങളും സമാധാനത്തിലും പ്രശാന്തതയിലും നിലനിന്നുകൊണ്ട് എല്ലാ ദിനങ്ങളും യഥാർത്ഥത്തിൽ കൃപയുടെയും രക്ഷയുടെയും സ്വീകാര്യമായ കാലയളവായി തീരുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപികൾക്കും ഉപേക്ഷ വരുത്തുന്നവർക്കും ആശ്രയമായിരിക്കുന്നവർക്കും വേണ്ടി അനുരഞ്ജനത്തിലെ കാലയളവിൽ അവിടുന്നിലേക്ക് തിരിയുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരീക്ഷയ്ക്കും വിവിധങ്ങളെ ആവശ്യങ്ങൾക്കുമായി ഒരുങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും എല്ലാവരെയും കുടുംബാംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് വേണ്ടി തന്നെയും നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ പാപങ്ങളോട് വൈമുഖ്യം ഉളവാക്കുവാൻ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവരെയും, നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ, വിദേശ അന്യനാടുകളുള്ളവരെയും, വിവിധ രോഗങ്ങളാൽ, കൊറോണ രോഗത്താൽ ഒത്തിരിയേറെ പ്രയാസം വിവിധ മക്കൾ മാനസികമായി ശാരീരികമായി തളർന്നുപോയ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി ഒരു നിമിഷം നമ്മുടെ ആവശ്യം സമർപ്പിച്ച് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ജനം അങ്ങയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനിയുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കാൻ മുതിർന്നത് അങ്ങേ കാരണത്താൽ പ്രാപിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആത്മദാനമായി നൽകാമപ്പവും വീഞ്ഞും ആശീർവദിച്ചൊര കൈകളിൽ നാദാ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമാ കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമാ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും. ദൈവമേ, അങ്ങയുടെ ആത്മീയ പരിശുദ്ധമായ ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. സർവ്വസൃഷ്ടികളെ നാം വാഴ്ത്തുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, ഈ ബലിവസ്തുക്കളിൽ അങ്ങ് സംപ്രീതനാകണമേ. സ്വന്തം പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുവാൻ
പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ സഹോദരങ്ങളെ പാപങ്ങൾ ക്ഷമിക്കുവാൻ പരിശ്രമിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവ്, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. എന്തെന്നാൽ നിർമ്മലമാനസനായി ആഹ്ലാദപൂർവം ആണ്ടുതോറും പെസഹാരഹസ്യങ്ങൾ പ്രകീർഷിക്കുവാൻ അങ്ങേ വിശ്വാസികളായി ഞങ്ങളെ അങ്ങ് കനിഞ്ഞനുഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ അവർ നവജന്മം പ്രാപിച്ച രഹസ്യങ്ങളിൽ കൂടെ കൂടെ പങ്കുചേർന്ന് ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും കൂടുതൽ തീഷ്ണതയോടെ നിർവഹിച്ചുകൊണ്ട് മക്കളുടെ കൃപാപരപൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ അങ്ങനുഗ്രഹിക്കുന്നുവല്ലോ. ആകയാൽ ആമോദ വായ്പിലമരുമാൻ സ്വർഗീയ വൃന്ദങ്ങൾ എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധന്മാരോടും ചേർന്ന് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങളും താഴ്മയോ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കോക്കാം, മുട്ടുകൾ മടക്കാം. പരിശുദ്ധിയോടെ കർത്താവിന്റെ ക്രിസ്തുവിലേക്ക് നോക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാൻ പാടില്ല. നിനക്ക് നിന്റെ ഹൃദയത്തിലും ചിന്തയിലും വാക്കിലും കർത്താവിന്റെ രൂപം നിറഞ്ഞു നിൽക്കണം. എല്ലാ അറിവിനേക്കാളും എല്ലാ വിജ്ഞാനത്തെക്കാളും കർത്താവിന്റെ കുരിശിനെ മുറുകെ പിടിക്കണം. കർത്താവിൻ്റെ ആലയമായി നമ്മുടെ ജീവിതം ശരീരം മാറണം. അങ്ങനെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവിലും സത്യത്തിലും ആത്മാവിലും നമുക്ക് ആരാധിക്കാം. സർവശക്തനായ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രി പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായ ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി തീർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, അൽമായിരം ഉൾപ്പെടെ സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവരെയും ഓർക്കണമേ. സ്വർഗസന്നിൽ അങ്ങ് സ്വീകരിക്കണമേ. ഈ എളിയവരായ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളെ സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കരങ്ങൾ കോപ്പാം. ത്രിയേക ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം ആലപിക്കാം. എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം തന്നരുളേണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും അങ്ങ് കാരുണ്യപുരം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകരമായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരിൽ ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളിൽ ലഭിനെയും അങ്ങേ തിരുസഭയുടെ വിശ്വാസങ്ങൾ അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും
ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കും കുഞ്ഞാടി ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എന്നെ. ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിനെ ഞങ്ങൾ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സ്വർഗീയ രഹസ്യത്തിന് ആചാരം സ്വീകരിച്ചുകൊണ്ട് ഈകത്തിലായിരുന്നു കൊണ്ട് ഉന്നതങ്ങളിൽ നിന്നുള്ള അപ്പത്താൽ സംതൃപ്തരാകുവാൻ ഞങ്ങൾ അങ്ങയോട് വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യരഹസ്യത്താൽ ഞങ്ങളിൽ നിവർത്തിതമായത് പ്രവൃത്തിയാൽ പൂർത്തീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവേ, അങ്ങേ വിശ്വാസികളെ ഹൃദയങ്ങളെ നയിക്കുകയും കാരുണ്യപൂർവ്വം അങ്ങേ ദാസർക്ക് ഈ കൃപ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവർ അങ്ങയോട് അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് അങ്ങേ കൽപ്പനകളുടെ പൂർണ്ണത കൈവരിക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും സുന്ദരമായൊരു ഞായറാഴ്ച നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.